ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ? നമ്മളെ പി സി ജോർജ്, പൂഞ്ഞാലിലെ ജോർജ് ഒരാഴ്ചക്ക് ശേഷം വീണ്ടും പുതിയ ഡയലോഗായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരാഴ്ച മുന്നേ ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും വളരെ നല്ലവരാണെന്ന് പറഞ്ഞ പി സി ജോർജ് ഇന്ന് അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. എല്ലാ മുസ്ലിങ്ങളും നല്ലതല്ല, അതിൽ കുറച്ച് ആൾക്കാർ മോശമാണെന്നാണ് പി സി ജോർജിന്റെ പുതിയ വെളിപ്പെടുത്തൽ. ആ ഞെട്ടിക്കുന്ന പുതിയ വെളിപ്പെടുത്തലിന്റെ കാരണം എന്താ വെച്ചാൽ BJP നേതാക്കന്മാരുടെ സമ്മർദ്ദമാണെന്നാണ് പൊതുവെയുള്ള സംസാരം. നമുക്കെന്തായാലും പി സി ജോർജ് പുതിയതായിട്ട് മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞ ആ മഹത് വചനങ്ങള് കാതോർത്താലോ? എനിക്ക് ഇവർ മുസ്ലിങ്ങളായിട്ട് ഇത്രയേറെ ബന്ധമുള്ളതുകൊണ്ടാണ് പറയുന്നത്. അവരങ്ങനെയുള്ളവരല്ല. ഞാൻ പറയും, രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ എത്രയോ ആയിരം, പക്ഷേ കുഴപ്പക്കാരുണ്ട്. ആ കുഴപ്പക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അവർ ഒരു നടപടി സ്വീകരിക്കണം. ഇപ്പൊ പച്ചക്കൊക്കെ പറയാം SDPI, ആദ്യകാലത്ത് SDPI ഏറ്റവും നല്ല സംഘടനയാണ്, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അവരുടെ പ്രവർത്തനം രാജ്യവിരുദ്ധമാണ് എന്ന് ഞാൻ കരുതുന്നു. ആ SDPIയും പണ്ട് നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചില്ലേ, അതുപോലെ SDPI നിരോധിക്കണം എന്ന അഭിപ്രായം പാരിസ്ഥിതിക ഒരു വേണ്ടിയിട്ട് പറയാം. എനിക്കൊരു വിരോധമില്ല പറയാതിരിക്കാൻ പറ്റൂ എന്ന് വിചാരിച്ച് SDPI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നല്ല. ആ ആശയം മാറുന്നിടം വരെയും അവരെ നിയന്ത്രണ വിധേയമാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എന്താ നമ്മളെ പി സി ജോർജിന്റെ അവസ്ഥ എന്നാലോചിച്ച് കേട്ടെ. പണ്ടുണ്ടല്ല SDPIന്റെ വേദി പോയിട്ട് SDPIക്കാർ പോലും അവരെ പറ്റി പറയാത്ത രീതിയിൽ അത്രയും പുകഴ്ത്തി പറഞ്ഞ ഒരു വ്യക്തിയാണ് നമ്മളെ പി സി ജോർജ്. ഇപ്പൊ അതേ പി സി ജോർജ് അതേ SDPIക്കാരാ തീവ്രവാദികൾ എന്നും പറയുന്നത്. എന്താ കാലത്തിന്റെ പോക്ക് അല്ലെ? എന്താ നമ്മളെ പി സി ജോർജിന്റെ പോക്ക്? പക്ഷെ മൊത്തം SDPIക്കാർ തീവ്രവാദികളല്ല പോലും കേട്ടാ. കുറച്ച് SDPIക്കാർ നല്ലതാ പോലും. പി സി ജോർജിനെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ട് പറ്റും ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിട്ട്? പിന്നെ വേറൊരു കാര്യം നിങ്ങളെ ശ്രദ്ധിച്ച, മുസ്ലിം എന്നെല്ലാം പറയുമ്പോ പി സി ജോർജിന്റെ ബഹുമാനം കണ്ട ആ വാക്കുകളിലെ നൈർമല്യല്ലേ നിങ്ങൾ ശ്രദ്ധിച്ച? പണ്ടൊക്കെ പി സി ജോർജ് മുസ്ലിം എന്ന് പറയുമ്പോ യാ മോനെ എന്ത് കലിപ്പിലാന്ന് പറയല്. പക്ഷെ ഇലക്ഷൻ ആയതുകൊണ്ട് പി സി ജോർജിന്റെ ശരിയായ വൃത്തികെട്ട രൂപം പുറത്തെടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ പി സി ജോർജ് ആ പഴയ പി സി ഇല്ലേ, വൃത്തികെട്ട പി സിനാ. പി സി മറന്നാലും നമ്മൾ മറക്കൂല ആ പഴയ വൃത്തികെട്ട പി സിനാ. ഞാൻ ഒന്ന് കാണിച്ചു തരട്ടെ. അവിടെ മുസ്ലിം വർഗീയത ഉണ്ടാക്കി. എന്താ ഇത്? 27,000 വോട്ട് എനിക്കെതിരായിട്ട് ഒരുമിച്ച് ചെയ്തു, എന്നെ തോപ്പിച്ചു. എന്നിട്ട് SDPIയുടെ നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളൊരു ടെസ്റ്റ് കേസ് എടുത്താണ്, സാറ് തെറ്റിദ്ധരിക്കരുത്, സാറ് നോക്കേണ്ടി ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, പക്ഷേ ഞങ്ങൾ തൊടുപുഴക്കൾ നടപ്പാക്കാൻ പോകുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം. നമ്മുടെ മുഹമ്മദ് ഗസ്നിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് ഈ പുസ്തകം. മനസ്സിലായോ? ഇതൊന്ന് വായു നമ്പിയാരെ രക്തം തിളയ്ക്കും. അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത്, അല്ല ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി കുടിവെക്കി നോക്കുക, ഉടനെ വെട്ടുക. മനസ്സിലായില്ലേ? ഇത്ര വൃത്തികെട്ടവന്മാര്, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര്. എന്നിട്ട് പറയുക, വലിയ വിപ്ലവം പ്രസംഗിക്കുക. എനിക്ക് മുമ്പ് പ്രസംഗിച്ച ആ സഹോദരനോട് ഞാൻ വിനയത്തോട് പറയുക, നിങ്ങളൊരു മഠയനാകരുത്. മറ്റേ ലീഗിന്റെ ആളങ്ങനെ പറഞ്ഞോട്ടെ, ലീഗിന്റെ ആളങ്ങനെ ഉളത്തരം പറഞ്ഞ് നോക്കുകയല്ലോ. മുസ്ലിം ലീഗ് ഇവിടുത്തെ ഏറ്റവും ഒരു വർഗീയവാദിയാണെന്ന് എന്റെ അഭിപ്രായം. പി സി ഈ പറഞ്ഞ ചട്ടത്തരം പി സി മറന്നാലും മലയാളികൾ ആരും മറക്കൂല. ഇതാണ് പി സി, ശരിയായ പി സി. അല്ലാണ്ട് ഇപ്പൊ കാണിക്കുന്ന പി സി ഇല്ലേ, അത് വെറും അഭിനയമാണ്. പി സിയുടെ ഉള്ളിലുള്ള പി സി, യഥാർത്ഥ പി സി ഈ പി സി തന്നെയാണ്. പിന്നെ പി സിക്ക് ഉണ്ടല്ലോ നാണവുമാനും ഉളുപ്പില്ലാത്തോണ്ട് അത് ഞാൻ പറഞ്ഞതല്ല. ആ പറഞ്ഞത് എനിക്ക് ഓർമ്മയേ ഇല്ലാന്ന് വാദിക്കാം. പി സിക്ക് അതിനെ കൊണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ നാണവുമാനും ഇല്ലല്ലോ. പിന്നീടല്ല പി സി ഇമ്മാതിരി വൃത്തികേട് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചൊറിയും കുത്തി ഒരു പണിയില്ലാണ്ട് വീട്ടിൽ കുത്തിരിക്കേണ്ട അവസ്ഥ വന്നത്. പിന്നെ പി സി ഉണ്ടല്ലോ ഇന്ന് വെറൈറ്റി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളെ തൽക്കാലം ഒഴിവാക്കിയിട്ട് ഒരു ക്രൈസ്തവ പുരോഹിതന് നേരെ ആഞ്ഞടിച്ചിട്ടുണ്ട് പി സി. അതായത് ആ ക്രൈസ്തവ പുരോഹിതൻ പറഞ്ഞ് പി സി പറയുന്ന ഒരാൾക്കും, അതായത് വർഗീയവാദികളായ BJPക്കാർക്ക് ഒരാളും വോട്ട് ചെയ്യാൻ പാടില്ലെന്ന് ആ വൈദികൻ പറഞ്ഞു. ആ പറഞ്ഞതിന് പി സി ജോർജ് ആ വൈദികനെ പറയാത്ത തെറിയില്ല. നമുക്കെന്തായാലും ഈ പൂഞ്ഞാലിലെ പി സി ജോർജ് ആ ക്രൈസ്തവ പുരോഹിതനെതിരെ സംസാരിക്കുന്ന ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? അച്ഛനല്ല ദൈവം തമ്പുരാൻ വൃത്തികേടാന്ന് പറയും പി സി ജോർജ്. അത് കഴിഞ്ഞുള്ള പിന്തുണ മതി. മനസ്സിലായോ? ഒരു വൈദികനായതുകൊണ്ട് അത്ര കൊണ്ട് നിർത്തുന്നു. മര്യാദയ്ക്കുന്ന അദ്ദേഹത്തിന് കൊള്ളാം. വൈദികനാണ് എന്തും ചെയ്യാവും. വൈദികൻ ആത്മീയത നോക്കേണ്ടവനാണ്. ആത്മീയമായി കുർബാന ചെല്ലുകയും കുമ്പസാരിപ്പിക്കുകയും വിശ്വാസികളുടെ ആത്മീയ കാര്യങ്ങൾ നോക്കുകയും ചെയ്യേണ്ടവനാണ്. അത് ചെയ്തോണം അച്ഛന്മാർ. അതല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ പോലും ക്ഷമിക്കും, അല്ലാത്ത മറ്റു പ്രവർത്തനമായിട്ട് പോയാൽ ക്ഷമിക്കുന്ന പ്രശ്നമില്ല. ആരാണെങ്കിലും വിമർശിക്കും, പറഞ്ഞേക്കാം. അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ എത്ര ആളെ അവിടെ എന്തറിഞ്ഞോട്ടെ മട്ടത്തിലൊക്കെ പറയുന്നത്? അയാൾ വന്നിട്ട് ഈയിടെ വന്നതാ. പള്ളിയിൽ അച്ഛനല്ല ദൈവം തമ്പുരാൻ പോലും പി സി ജോർജിനെ വിമർശിച്ചാല്
പി സി വിടില്ല. പി സി വായി തോന്നുന്ന വൃത്തികേട് മൊത്തം പറയും കേട്ടാ. പിന്നെ പള്ളിലച്ചന്മാർ BJP-യുടെ ഭാഗത്ത് കൂടി പി സിനെയും BJP-നെയും പൊന്തിച്ചു പറഞ്ഞ പിന്നെ പി സിക്ക് ആ പള്ളിലച്ചൻ ദൈവത്തിന് തുല്യാണ്. അതുകൊണ്ട് പള്ളിലച്ചന്മാരെ BJP-നെയും പി സിനെയും വിമർശിച്ചാല് നിങ്ങൾക്കെതിരെ പി സി പറയാൻ പറ്റാത്ത വൃത്തികെട്ട ആരോപണങ്ങൾ വരെ ഉന്നയിക്കും കേട്ടാ. പക്ഷെ നിങ്ങൾ പി സിനെയും BJP-നെയും സപ്പോർട്ട് ചെയ്തല്ലേ നമ്മളെ പഴയ ഫ്രാങ്കോ മുളക്കനില്ലേ, ആ ചങ്ങായിനെ സപ്പോർട്ട് ചെയ്തല്ലേ, ആ പീഡന വീരന പി സി രാവിലെയും വൈകുന്നേരം രാത്രിയും കുത്തി ഇരുന്നിട്ട് സപ്പോർട്ട് ചെയ്യില്ല, അതുപോലെ സപ്പോർട്ട് ചെയ്യും. അതായത് നിങ്ങൾ ഫ്രാങ്കോ മുളക്കലിന്റെ അത്രയും വലിയ പീഡകനെന്നാകണ്ട, ചെറിയ പീഡകരായാലും ശരി പി സി സപ്പോർട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾ പി സിനെയും BJP-നെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പി സി ജോർജ് പുതിയൊരു ഐഡിയ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. അതായത് കോട്ടയത്തിൽ പി സി ജോർജിനും BJP-ക്ക് വിജയിക്കണമെങ്കിൽ അവിടെ കേരള കോൺഗ്രസ് തകരണം. ആ കേരള കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിട്ട് നമ്മളെ KM മാണിന്റെ മകൻ KM മാണിനെ തല്ലിന്നും പറ്റും ഒരു പച്ച കള്ളത്തിന്റെ കഥയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തിനകത്ത് കേട്ടിട്ട് തരാം. പച്ച കള്ളാന്നെങ്കിൽ കേൾക്കാൻ നല്ല രസമാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്നും പറഞ്ഞ് മാണിയെ തല്ലി പഞ്ഞു കൊടുക്കാതിരുന്നവൻ കേരള കോൺഗ്രസ് നേതാവ് നടക്കുക. സ്വന്തം അപ്പനിട്ട് അടിച്ചവനാണ് ജോസ് കെ മാണി. ഞാൻ ആധികാരികമായിട്ട് പറയും, മനസ്സിലായില്ലേ? ഒറ്റ ഉദാഹരണം പറയാം. അങ്ങേരെ അവസാന കാലത്ത് 52 കൊല്ലം MLA ആയി 23 വർഷത്തേക്കാൾ കൂടുതൽ മന്ത്രിയായി ഈ രാജ്യത്തിന് സേവനം ചെയ്ത KM മാണി എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ ദുഃഖത്തോടു കൂടി മക്കളുടെയും ഭാര്യയുടെയും സഹായമില്ലാതെ കഴിയേണ്ട ഗതികേടുണ്ടായി എന്ന് പറഞ്ഞാൽ എത്രയോ ദുഃഖകരമാണ്. പ്രതിഷേധാർഹമാണെന്ന് ആലോചിക്കണം. അങ്ങനെ ഒരൊറ്റ പറയാം. ഒരു ദിവസം രാവിലെ ഒരു 6:45 മണിയായപ്പം ഒരു ഫോൺ എടുത്തോ മനുഷ്യറാണ്. ഞാൻ വെച്ചാൽ എന്നാ മനുഷ്യരെ, എനിക്കിപ്പോൾ കാണണം. ഞാൻ പറഞ്ഞു ഇപ്പോൾ കാണണമെന്ന്. ഞാൻ കുളിച്ചിട്ട് വന്നാൽ മതിയോ, ഡ്രൈവർ വന്നിട്ടില്ല, അത് പറ്റിയാൽ എനിക്കിപ്പോൾ കാണണം. എനിക്ക് മനസ്സിലായി എന്താ കുഴപ്പം, കരയുകയാണ്. സ്വന്തം വീട്ടിൽ പാലാ വീട്ടിൽ നിന്ന് വിളിക്കാൻ നിങ്ങൾ ഓർത്തോണം. ആധികാരികമായിട്ട് കൊടുത്ത പത്രക്കാരോടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉടനെ കാർ ഓടിച്ച് പരിക്കകത്ത് കയറി, കയ്യിലുണ്ടായിരുന്ന മാതിരി വെള്ളം മുണ്ട് കൊടുത്ത് ഷർട്ട് ഉണ്ടായിരുന്നു. ആ ഷർട്ട് വിട്ട് നേരെ പാഞ്ഞ് അദ്ദേഹത്തിന് വീട്ടിച്ചു. ഞാനിങ്ങനെ നേരെ ചെല്ലുമ്പോൾ ജോസ് കെ മാണിയും ഭാര്യയും മാണിസാറിൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്നത് കാണാം. മാണിസാർ ഇടതുവശത്താണ് ഇരിക്കുന്നത്. അങ്ങോട്ട് കാർ കിട്ടു. അവിടെ നിന്നാലും ഇവർ നിൽക്കുന്നത് കാണാം. അവിടെ ചെന്നപ്പോൾ മാണിസാർ കെട്ടിപ്പിടിച്ച് കരയുക, ഒറ്റ കരച്ച. അപ്പോൾ ഒരു 7:10 7:15 കാണും. അങ്ങനെ വേദനയോട് പറഞ്ഞ് ഇപ്പോൾ എൻ്റെ ചങ്കി കിടന്ന് പിടയ്ക്കുക. ഒരു കട്ടൻ കാപ്പി എനിക്ക് കിട്ടിയിട്ടില്ല ഈ നിമിഷം വരെ. ഒന്ന് ആലോചിച്ച്. ഏതാ 52 കൊല്ലം MLA ആയി 23 വർഷത്തിനുള്ളിൽ മന്ത്രിയായി ഈ രാജ്യത്തിന് വികസനമായിട്ട് സേവനം ചെയ്ത ഒരു മനുഷ്യനെ വീട്ടിൽ കിട്ടിയ അനുഭവം ഒന്ന് ആലോചിക്കുക. എത്ര ദുഃഖകരമാണ്. ഞാൻ എൻ്റെ വായി വന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം, അതെല്ലാം അങ്ങ് പറഞ്ഞു. എന്റെ പി സി ജോർജ്, KM മാണിയും ഉമ്മൻചാണ്ടിയും അവർ അവസാന കാലത്ത് ലോകത്താരെ വിശ്വസിച്ചാലും നിങ്ങൾ വിശ്വസിച്ചെന്ന് പറഞ്ഞാണല്ല ഒരു മലയാളിയും വിശ്വസിക്കൂലട്ടാ. കാരണം കൂടെ നടന്നിട്ട് നിങ്ങളെ വളർത്തിയ അവരെ രണ്ടാളെയും നിങ്ങൾ കുതികാല് വെട്ടിയത് അവർക്ക് അവരുടെ അവസാന കാലത്ത് കൃത്യമായിട്ട് മനസ്സിലായിനി എന്റെ പൂഞ്ഞാലിലെ പി സി ജോർജ്. അതുകൊണ്ട് KM മാണിന്റെ മകൻ തല്ലിന്നെല്ലാം പറയുമ്പോഴല്ല, ഇതേ പോക്കാണെങ്കിൽ ഇതേ പൊട്ടത്തരം പറയലാണെങ്കിൽ നിങ്ങളെ മകൻ ഷൊണ്ണ ജോർജ് ഉണ്ടല്ല, നിങ്ങൾക്ക് നേരെ കൈവെക്കുന്ന കാലം വിദൂരമല്ല എന്റെ പൂഞ്ഞാലിലെ ജോർജ്. അതായത് BJP-നെ വളർത്താൻ വേണ്ടിട്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് മകനങ്ങ് ഇറക്കി വിടും. നിങ്ങളാണെങ്കിൽ അവിടെ പോയിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ട് അവസാനം BJP-ക്ക് കിട്ടുന്ന വോട്ട് വരെ ഇല്ലാതാക്കും. അതുകൊണ്ട് ഇതേ പോക്കാണെങ്കിൽ നിങ്ങളെ മകൻ ഷൊണ്ണ ജോർജ് നിങ്ങൾക്കെതിരെ തിരിയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് എന്റെ പി സി ജോർജ്, നിങ്ങൾ ഇവിടെ മുസ്ലിം സ്നേഹം പറഞ്ഞ് എങ്ങനെയൊക്കെ അഭിനയിച്ച് മെഴുകിയാലും ഒരു മുസ്ലിമും നിങ്ങളെ നമ്പൂല. കാരണം നിങ്ങളെ കണ്ണിലും നിങ്ങളെ വാക്കുകളിലും കൃത്യമായിട്ട് ഇപ്പോഴും മുസ്ലിം വിരോധം കൃത്യമായി കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എലക്ഷൻ ആയതുകൊണ്ട് നിങ്ങളെ ആ വൃത്തികെട്ട മുഖം പുറത്തു വരുന്നില്ല എന്നേ ഉള്ളൂ. ഈ എലക്ഷൻ കഴിഞ്ഞതിന്റെ അടുത്ത നിമിഷം തന്നെ നിങ്ങൾ ആ വൃത്തികെട്ട ആ പഴയ പൂഞ്ഞാലെ ജോർജായിട്ട് തിരിച്ചു വരുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പൊ തന്നെ നിങ്ങൾ BJP-ക്ക് നിങ്ങൾക്കും വോട്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ പുരോഹിതനെ അടക്കം തെറി വിളിച്ച് എന്തൊക്കെ വൃത്തികെട്ട ആ പുരോഹിതനെ കുറിച്ചല്ല നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് പി സി ജോർജ്, നിങ്ങൾ പൂഞ്ഞാലിലെ മുസ്ലിങ്ങളെയും വെറുപ്പിച്ച് ഇപ്പൊ ക്രൈസ്തവരെയും വെറുപ്പിച്ച്. ഇനി നിങ്ങളുടെ പൂഞ്ഞാലിലെ കാര്യം അത് കണ്ടു തന്നെ അറിയണം എന്റെ പൂഞ്ഞാലിലെ പി സി ജോർജ്. അപ്പൊ എന്റെ പൂഞ്ഞാലിലെ പി സി ജോർജിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.